അച്ചാർ ഉണ്ടാക്കാനായിട്ട് 2 മീഡിയം സൈസിലുള്ള മാങ്ങ തൊലിയോടുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 നുള്ള ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും ചേർത്ത് മൂപ്പിക്കാം. ഇപ്പോൾ മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് റെഡിയായ കടുക് വറുത്തത് അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.